നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പശ്ചാത്തല വികസന സൗകര്യങ്ങളുടെ ഹബ്ബായി കേരളം മാറിയെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി MB രാജേഷും നിർവഹിച്ചു. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 52.57 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. പട്ടാമ്പിയിൽ നിലവിലെ പാലം അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പട്ടാമ്പിയിൽ പുതിയ പാലം വേണമെന്ന ആവശ്യം ഉയർന്നത്. ഏറെക്കാലത്തെ ആവശ്യം കൂടിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. പാല നിർമ്മാണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി നിർവഹിച്ചത്. പട്ടാമ്പിയിൽ പുതിയ പാലം ഏറെക്കാലത്തെ ആവശ്യമാണെന്നും സമയബന്ധിതമായി തന്നെ ഇത് പൂർത്തിയാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. കേരളം ഇന്ന് പശ്ചാത്തല വികസന സൗകര്യങ്ങളുടെ ഹബ്ബായി മാറിയിരിക്കുകയാണ്. റോഡ് നവീകരണത്തിനായി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 35,000 കോടി രൂപയാണ് ചെലവഴിച്ചതെന്നും വലിയ മാറ്റമാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിൽ സാധ്യമായത്. മികച്ച റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഈ നാട് നേരിട്ട് അനുഭവിച്ച വികാസമാണ്. വികസനം നേരിട്ട് ജനങ്ങൾ അനുഭവിക്കുന്നു. നാടിൻ്റെ പൊതുവികസനത്തിന് ഗതിവേഗം പകർന്ന് പൊതുമരാമത്ത് വകുപ്പ് കുതിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും ഇച്ഛാശക്തിയിൽ തുടക്കമിട്ട ദേശീയപാത 66 പൂർത്തീകരണത്തിലേക്ക് 6 വരിയിലേക്ക് മാറുന്ന ഓരോ റീച്ചും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുവാൻ സാധിക്കുന്നു. 450 കിലോമീറ്റർ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചു. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് മുഖ്യമന്ത്രി തുടക്കമിട്ടു. മലയോര മേഖലയെയും തീരദേശ മേഖലകളെയും ബന്ധിപ്പിച്ച് 2 സംസ്ഥാന പാതകൾ ഒരുങ്ങുന്നുണ്ട്. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ 1179.45 കിലോമീറ്റർ മലയോര പാതയാണ് നിർമ്മിക്കുന്നത്. ആകെ 473 കിലോമീറ്റർ മലയോര ഹൈവേ പൂർത്തിയായി. സൈക്കിൾ ട്രാക്കോട് കൂടിയ തീരദേശപാത യാഥാർത്ഥ്യമാകുന്നു. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് റെക്കോർഡ് ആയിരിക്കുകയാണ്. 10 റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തീകരിച്ചു. 26 റെയിൽവേ മേൽപ്പാലങ്ങൾ വിവിധ ഘട്ടത്തിലെത്തി. ആകെ 144 മേൽപ്പാലങ്ങളാണ് സാധ്യമാക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം റോഡ് വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രം 35,000 കോടിയോളം രൂപ അനുവദിച്ചു. 8,200 കിലോമീറ്ററിലേറെ റോഡുകൾ നവീകരിച്ചു. പകുതിയിലധികം പൊതുമരാമത്ത് റോഡുകൾ BMNBC നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കി. ആകെ 29,573 കിലോമീറ്ററിൽ 17,749 കിലോമീറ്റർ റോഡ് BMNBC നിലവാരത്തിലേക്ക് ഉയർത്തി. പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷനുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി MB രാജേഷും ഓൺലൈനായി നിർവഹിച്ചു. പാലത്തിന് മുകളിലൂടെ വെള്ളം കരകവിഞ്ഞൊഴുകി ഗതാഗതം തടസ്സപ്പെടുന്നതും പാലത്തിന് തന്നെ പ്രശ്നങ്ങൾ കൈവരികൾ തകർന്നു പോകുന്നതും ഒക്കെ ഇനി പഴങ്കഥയാവുകയാണ്. വളരെ മികച്ച ആധുനികമായ നമ്മുടെ നാടിൻ്റെ ആകെ മുഖച്ഛായ മാറ്റുന്ന ഒരു വലിയ പാലം അവിടെ നിർമ്മിക്കുന്നതിന് മറ്റെല്ലാ തടസ്സങ്ങളും പരിഹരിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കി ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ നിർമ്മാണോദ്ഘാടന ചടങ്ങിന് മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തിരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. ഇന്നേറെ സന്തോഷത്തോടുകൂടി ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. 52 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി വഴി നമുക്ക് ഫണ്ട് ലഭ്യമാക്കി. അതിൻ്റെ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് ആ പട്ടാമ്പി പാലം എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ആളുകളെ പറ്റിക്കാനുള്ള ഒരു നിർമ്മാണം ഉദ്ഘാടനമാണ് എന്ന് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുമ്പോൾ അവർക്ക് കുളിർക്കെ കാണാൻ അവിടെ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. വെറുതെയല്ല, നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമാണ് നമ്മൾ പട്ടാമ്പി പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിരസമിതി അധ്യക്ഷൻ P വിജയകുമാർ, മറ്റു കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുതുതലയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വീടിന് തീയിട്ട് 63കാരന്റെ അതിക്രമം.
എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസാണ് മുതുതല സ്വദേശി ഇബ്രാഹിമിന്റെ വീടിന് തീയിട്ടത്. തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രേംദാസിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി മുതുതലയിൽ വീടിന് തീയിട്ട് 63-കാരന്റെ അതിക്രമം. മുതുതല മച്ചിങ്ങൽ കിഴക്കേതിൽ ഇബ്രാഹിമിന്റെ വീടിനാണ് തീയിട്ടത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും സ്കൂട്ടറും അഗ്നിക്കിരയായി. വീടിനുള്ളിൽ അതിക്രമിച്ച് കയറി വീടിനകത്തും തീയിട്ടു. എറണാകുളം പറവൂർ സ്വദേശി പ്രേമദാസാണ് വീട്ടിൽ കയറിയുള്ള അതിക്രമം നടത്തിയത്. പട്ടാമ്പി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. വീട്ടിൽ കയറി തീയിട്ട പ്രേമദാസ് കത്തി ഉപയോഗിച്ച് ദേഹത്ത് മുറിവ് വരുത്തി ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. താൻ എറണാകുളം സ്വദേശിയാണെന്നും തന്റെ പേര് പ്രേംദാസ് ആണെന്നും പരിസരവാസികളെ പരിചയപ്പെടുത്തുകയും ഇദ്ദേഹം കൊണ്ടുവന്ന നോട്ടീസ് വിതരണം ചെയ്തുമായിരുന്നു ഇയാൾ അതിക്രമത്തിന് മുതിർന്നത്. സൗദിയിൽ വെച്ച് പ്രേമദാസിന്റെ കാറ് 2 ലക്ഷം രൂപയ്ക്ക് ഇബ്രാഹിം വാങ്ങിയെന്നും 1 ലക്ഷം രൂപ നൽകി പിന്നീട് പണം തിരിച്ചു നൽകിയില്ലെന്നുമാണ് പ്രേമദാസ് നോട്ടീസിൽ പറയുന്നത്. 2.5 കൊല്ലമായിട്ടും പണം നൽകിയില്ലെന്നും ഫോണിൽ മുഖാന്തരം നേരിട്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ഇബ്രാഹിം തയ്യാറാകുന്നില്ലെന്നുമാണ് പ്രേംദാസ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. പലതവണ പട്ടാമ്പി മുതുതലയിൽ ആളെ അന്വേഷിച്ചിട്ടും വിവരം ലഭിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ അതിക്രമം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേഹമാസലം മുറിവേറ്റ പ്രേംദാസിനെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിക്രമം നടത്തുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നവരെ പുറത്താക്കിയായിരുന്നു പ്രേംദാസ് വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയത്. വാഹനങ്ങളും വീട്ടിലെ സ്ഥാപന സാമഗ്രികളെല്ലാം അഗ്നിക്ക് ഇരയായി. സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. പ്രതിക്ക് മാനസിക വിഭ്രാന്തിയുണ്ടോ എന്നതുപോലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള ഇബ്രാഹിം എന്ന ആളുടെ വീട്ടിൽ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ ഒരു വലിയൊരു ദുരന്തമുണ്ടായി. എറണാകുളത്തുള്ള ഒരു പ്രേമദാസിന് എന്തോ വിദേശത്ത് വെച്ച് നടന്ന ഒരു സാമ്പത്തിക ഇടപാടിൽ എന്തോ നൽകാൻ ബാക്കിയുണ്ടെന്നാണ് വന്ന ആൾ അവകാശപ്പെട്ടത്. എന്തായാലും വീട്ടിൽ നിന്നിരുന്ന കാറും ഒരു സ്കൂട്ടി വാഹനവും കത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വീടിനകത്ത് ഗ്യാസ് തുറന്നിട്ട് അദ്ദേഹം വീടിനകത്ത് കയറുകയും വീട്ടുകാരെ പരിഭ്രാന്തിപ്പെടുത്തുകയും ചെയ്തു. വീട്ടുകാർ വേഗം ഓടി രക്ഷപ്പെട്ടു അടുത്ത വീട്ടിലേക്ക് കയറി രക്ഷപ്പെടുകയുണ്ടായത്. ഞങ്ങൾ നാട്ടുകാരുടെ സമയബന്ധിതമായ ഇടപെടലിൻ്റെ ഭാഗമായി ഫയർഫോഴ്സും പോലീസും വന്ന് കൃത്യമായി ഇടപെടുകയും ഫയർഫോഴ്സ് തീ അണക്കുന്നുള്ള വലിയ ശ്രമം നടത്തുകയും പോലീസ് അദ്ദേഹത്തെ പിടികൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാരൊക്കെ ആകെ ഒരു പരിഭ്രാന്തിയിലാണ്. എന്തോ സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃത്യം നടന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ നല്ല പരിക്കില്ല. അത് സ്വയം കത്തി കഴുത്തിൽ വെക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ചോരയിൽ മുങ്ങിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. കൊണ്ടുപോകുന്ന സ്ഥിതി അദ്ദേഹം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മരിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലെ വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി നിർവഹിച്ചു. പഞ്ചായത്തിലെ വികസന സദസ്സ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെയും വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വല്ലപ്പുഴ KSM ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വികസന സദസ്സ് ഒരുക്കിയത്. മന്ത്രി വി അബ്ദുറഹ്മാൻ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇത്തവണ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പഞ്ചായത്താണ്. അതുകൊണ്ടാണ് അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്തായി ബഹുമാനപ്പെട്ട MLA എന്ന് പഞ്ചായത്തിനെ പ്രഖ്യാപിക്കാൻ പറ്റും. ഇവിടെ ഈ വികസന രേഖ ഇപ്പോൾ പ്രകാശനം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പുതിയ ആശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വികസന രേഖയൊക്കെ നമ്മൾ കാണുമ്പോൾ പുതിയ ആശയങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അത് ബന്ധപ്പെട്ട പ്രസിഡന്റിനോ നഗരസഭ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കോ എഴുതി കൊടുത്താൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയും സംസ്ഥാന ലെവലിൽ നടപ്പിലാക്കേണ്ട മാതൃകപരമായിട്ടുള്ള പദ്ധതികൾ നിങ്ങളുടെ ഭാഗത്ത് വരികയാണെങ്കിൽ അത് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പും അത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടിയുണ്ട്. ഇപ്പോൾ വളരെ ജനകീയമായിട്ടാണ് ഇതിനെ ഗവൺമെൻറ് കാണുന്നത്. ആസൂത്രണ പ്രക്രിയ എന്നുള്ളത് നമ്മൾ ഇന്നലെയോ തുടങ്ങിയതല്ല. 56 സംസ്ഥാന
വന്ന സമയത്ത് തന്നെ ആദ്യത്തെ 57 വന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായിരുന്ന അസുഖം EMSന്റെ കാലം തൊട്ട് തന്നെ ആസൂത്രണ പ്രക്രിയ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് മോഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. ആലപ്പുഴ ഒരു വ്യാപാര കേന്ദ്രം എന്നുള്ള നിലക്ക് തന്നെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും അതിന്റെ ഭാഗമായി നടക്കുക. ടൗൺ നവീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ആ റെയിൽവേ ഓവർബ്രിഡ്ജ് വരുന്നതോടുകൂടി അതിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നടക്കും എന്ന കാര്യം അറിയിക്കുകയാണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം, ഇങ്ങനെയൊക്കെ റെയിൽവേ ഓവർബ്രിഡ്ജ് നടക്കുമെന്ന്. അഭിമാനത്തോടു കൂടി നമുക്കൊരു കാര്യം പറയാൻ പറ്റും. പട്ടാമ്പി മണ്ഡലത്തിൽ 3 റെയിൽവേ ഓവർബ്രിഡ്ജുകൾക്ക് നമ്മുടെ ഗവൺമെന്റ് കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചു. അത് മാത്രമല്ല 3 റെയിൽവേ ഓവർബ്രിഡ്ജുകളിൽ വാടനാകൃഷി അതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ കിടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൊടുമുണ്ട റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ സ്ഥലമേറ്റെടുപ്പ് നടക്കുന്നു. വല്ലപ്പുഴ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ സ്ഥലമേറ്റെടുപ്പ്. ഇതോടൊപ്പം വല്ലപ്പുഴയിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നടന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴിയാണ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. പട്ടാമ്പി വല്ലപ്പുഴ പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. ഈ നാടിനെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പ്രവൃത്തിയാണ്. അതോടൊപ്പം പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡ് നവീകരിക്കുകയാണ്. 8.4 കിലോമീറ്റർ ദൂരം 6 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡ് നവീകരണം. ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡ് നവീകരണത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച സർക്കാരാണ്. 4 വർഷം മാത്രം 1107 കോടി 23 ലക്ഷം രൂപ ഈ സർക്കാർ അനുവദിച്ചു. ശബരിമല തീർത്ഥാടനം സുഗമമായി നടത്തുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇത്രയും തുക പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചത്. ഈ പ്രവൃത്തികളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ ഉദ്യോഗസ്ഥരും കരാറുകാരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിൽ സാധ്യമായത്. മികച്ച റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഈ നാട് നേരിട്ട് അനുഭവിച്ച വികസനം നേരിട്ട് ജനങ്ങൾ അനുഭവിക്കും. നാടിൻ്റെ പൊതുവികസനത്തിന് ഗതിവേഗം പകർന്ന് പൊതുമരാമത്ത് വകുപ്പ് കുതിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും ഇച്ഛാശക്തിയിൽ തുടക്കമിട്ട ദേശീയപാത 66 പൂർത്തീകരണത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ്, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു. കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷിച്ച മലയാളി യുവാക്കൾ തമിഴ്നാട്ടിൽ പോലീസിന്റെ പിടിയിലാണെന്ന് കണ്ടെത്തി. കാഞ്ചീപുരത്ത് നിന്ന് സ്വർണം തട്ടിയെടുത്തെന്ന കേസിലാണ് തമിഴ്നാട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പെരിങ്ങോട് സ്വദേശി PV കുഞ്ഞുമുഹമ്മദ്, മുണ്ടൂർ സ്വദേശി സന്തോഷ്, തൃശൂർ കോടാലി സ്വദേശി ജയൻ, കൊല്ലം സ്വദേശികളായ റിഷാദ്, സുജിലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നാണ് വിവരം. കാഞ്ചീപുരത്തു നിന്ന് 4.5 കോടിയുടെ സ്വർണ്ണ ഉരുപ്പടിയുമായി പോയ പാഴ്സൽ സർവീസ് സംഘത്തെ ആക്രമിച്ച് സ്വർണം കവർന്നെന്നാണ് കേസ്. സ്ഥാപന ഉടമയുടെ പരാതിയിൽ കാഞ്ചീപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. സംഘത്തിലെ ഒരാളായ PV കുഞ്ഞുമുഹമ്മദിനെ കാണാനില്ലെന്ന പരാതിയിൽ ചാലുശ്ശേരി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് കാഞ്ചീപുരം പോലീസിൽ നിന്ന് ഇയാൾ അറസ്റ്റിലായ വിവരം ലഭിക്കുന്നത്. തുടർന്ന് മറ്റു പ്രതികളുടെ വിവരങ്ങളും അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറുകയായിരുന്നു. ഇവരെ കാണാനില്ലെന്ന് ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലായി ബന്ധുക്കൾ വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ടായിരുന്നു. നിലവിൽ കാഞ്ചീപുരം പോലീസിന്റെ കസ്റ്റഡിയിലാണിവർ. അർഹതയുണ്ടായിട്ടും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചില്ലെന്ന് പരാതി. നാഗലശ്ശേരി പഞ്ചായത്തിൽ 7-ാം വാർഡിൽ ഇടിഞ്ഞു വീഴാറായ തറവാട്ടു വീട്ടിൽ താമസിക്കുന്ന മേനാത്ത് വീട്ടിൽ പ്രഭിതയും ഭർത്താവ് വിജയനുമാണ് വാർത്താ സമ്മേളനത്തിൽ പരാതി ഉന്നയിച്ചത്. ഒരു നെടുമ്പര വെച്ച് കെട്ടി തരാനേ ഞങ്ങൾ അവരോട് പറയണുള്ളൂ. അതിനുള്ള സഹായം അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം അത് തരാനേ ഞങ്ങൾ അവരോട് പറയണത്. അതുപോലെ അവര് തരണില്ല, ഞങ്ങക്ക് തരണില്ല. ഏതെങ്കിലും ഒരു വഴിക്ക് ഞങ്ങൾ എത്ര പറഞ്ഞു, ഏതെങ്കിലും ഒരു വഴിക്ക് ഞങ്ങക്ക് അടിച്ചുറപ്പുള്ളൊരു കൂര, എനിക്ക് 2 മക്കൾക്കും എന്റെ ഭർത്താവിനും അടിച്ചുറപ്പുള്ളൊരു കൂര, അത്രേ ഞങ്ങൾ പറയണുള്ളൂ. അതിന് ഞങ്ങക്ക് സാധിക്കാത്ത കാരണം ഞങ്ങൾ വിൽക്കത്തത്. ഞങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ ലോൺ എടുത്തിട്ടോ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഒരു അടിച്ചുറപ്പുള്ളൊരു വീട് ഞങ്ങൾ ഉണ്ടാക്കും. 2018 വീടിന് അപേക്ഷ നൽകി. ഏറ്റവും മുൻഗണനയുള്ള കുടുംബം എന്ന നിലയിൽ ഗ്രാമസഭ ഏകകണ്ഠമായി പാസാക്കുകയും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. ഓട്ടോ ഡ്രൈവറായ വിജയനെ ഭാഗം കിട്ടിയ 7 സെന്റ് ഭൂമിയുണ്ട്. അതിലൊരു വീട് പണിയുക എന്നതാണ് കുടുംബത്തിന്റെ സ്വപ്നം. 8 വയസ്സുള്ള പെൺകുട്ടിയും 6 വയസ്സുള്ള ഭിന്നശേഷിയുള്ള ഒരു ആൺകുട്ടിയും അടങ്ങുന്നതാണ് കുടുംബം.
ഈയിടെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് പ്രഭിതയുടെ കാലിന് പരിക്കേറ്റിരുന്നു. 7 വർഷം കഴിഞ്ഞിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി പരിഹാര പോർട്ടലിലും CM വിത്ത് മീയിലും ജില്ലാ കളക്ടർക്കും ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയിലും പരാതി നൽകിയിരുന്നു. മുൻഗണനാക്രമത്തിൽ ആക്കി കൊടുക്കാന്നാ പറയുന്നത്, തരാന്നാ പറയുന്നത്. ഇപ്പൊ എന്തായാലും ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ആവുമ്പോഴേക്കും അത് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മാർഗമില്ല. ഇദ്ദേഹം ആണെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഇദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ടിട്ടാണ് ഞങ്ങൾ 4 പേര് ജീവിക്കുന്നത് തന്നെ. ഈ ഓട്ടോ ഓടിച്ചിട്ട് ഞങ്ങൾ ഈ 5000 രൂപ കൊടുത്തിട്ട് വാടകയ്ക്ക് പോകുമ്പോ മാസം 5000 രൂപ കൊടുത്തില്ലെങ്കിൽ ആ വാടക വീട്ടുകാർ ഞങ്ങൾ ഇറക്കില്ലേ? പിന്നെ ആ 5000 രൂപ എനിക്ക് മോനെ നന്നായി ട്രീറ്റ് ചെയ്തുകൂടെ? അവന്റെ ഒരു നടക്കണേന് ഞാൻ ഫിസിയോതെറാപ്പിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യില്ലേ? ഇതിപ്പോ ഞാൻ ഫിസിയോതെറാപ്പി എവിടെ സൗജന്യം കിട്ടണം വെച്ചാൽ അവിടെ നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത് എന്റെ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. വാടക കൊടുക്കാൻ കഴിവില്ലാത്തതിനാൽ വാസയോഗ്യമല്ലാത്ത വീട്ടിൽ ടാർപോളിൻ ഷീറ്റിന്റെ താഴെയാണ് കുടുംബം താമസിക്കുന്നത്. കുട്ടികളെ തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് പ്രഭിത. തുച്ഛവരുമാനക്കാരനായ വിജയന് കുട്ടികളുടെ ചികിത്സയ്ക്കും മറ്റുമായി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. വായ്പയെടുത്ത് വീട് വയ്ക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും പഞ്ചായത്ത് അധികൃതർ അനാസ്ഥ കാണിക്കുകയാണെന്നും ഈ നില തുടർന്നാൽ കുടുംബം ഒന്നിച്ച് പഞ്ചായത്തിന്റെ മുന്നിൽ ജീവനൊടുക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും പ്രഭിതയും വിജയനും പറഞ്ഞു. മെമ്പറെ വിളിച്ചപ്പോൾ പറഞ്ഞു ആരെ ചാനലുകാർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ കൊടുത്തതെന്നല്ല, അവരറിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു ചാനലുകാർ ചെയ്തു തരും, ഇത് കെട്ടിയത് ഞങ്ങളോട് കൊടുക്കാൻ പറഞ്ഞു. ഇന്ന് വിളിക്കേണ്ടി മെമ്പറെ വിളിച്ചിരുന്നു. അവൻ ഫംഗ്ഷന് പോയെടുക്കാണ്, വൈകിട്ടാണ് വന്നത്. അപ്പോൾ ചാനലുകാർ ചെയ്തു തരും, മറ്റൊരു ചെയ്തു തരും പറഞ്ഞിട്ട് അവൻ ഫോണ് കട്ട് ചെയ്തു. മക്കളായ ദേവശ്രീ, ശ്രീദേവ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതൊക്കെ കണ്ടിട്ട് നാഗശ്ശേരി പഞ്ചായത്ത് ശരിയാണ്, പഞ്ചായത്ത് ഉള്ളത് ശരിയാക്കും. അവര് അവരുടെ കാര്യം മാത്രം നോക്കണുള്ളൂ. നമ്മൾ ഇത്രക്ക് എന്റെ കാൽമത വീണിട്ട് അടക്കം അവര് പഞ്ചായത്തിന് പ്രസിഡന്റും മെമ്പറും വന്നു നോക്കിയെന്നല്ലാണ്ട് അതും അവര് 4 മണിക്ക് ശേഷമാണ് വന്നത്. വന്ന് നോക്കിയത്. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞതാണ് ടാർപ്പായ കെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് പോലും ആ ഒരു പറച്ചിലില്ലാണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം മെമ്പറെ വിളിച്ചു. ഇടവേള. ഫൈസൽ ഭായ്, ഞാൻ നിങ്ങളുടെ എല്ലാ ഫർണിച്ചർ റിലേറ്റഡ് വീഡിയോസും കാണാറുള്ള ഒരാളാണ്. അപ്പോഴൊക്കെ ചോദിക്കണമെന്ന് കരുതിയ ഒരു ഡൗട്ട് ഉണ്ട്. നമ്മളൊരു വീട് പണിയുമ്പോൾ ഫർണിച്ചറിന്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓരോ വീടിനും ഒരു തീം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് ഫർണിച്ചറുകൾ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വീട് മനോഹരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫർണിച്ചർ ഇന്റീരിയറിന്റെ കാര്യത്തിൽ മികച്ച ഒരു ഓപ്ഷൻ ഐഫ തന്നെയല്ലേ? ഐഫ മാത്രമല്ല, കേരളത്തിൽ ഫർണിച്ചർ ഇന്റീരിയർ ചെയ്യുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട്. ഐഫ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. ഐഫ ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. ഇത്തവണ ഹജ്ജിന് പോകുന്നവർക്കായി പട്ടാമ്പി ശങ്കരമംഗലത്ത് ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് പട്ടാമ്പി, തൃത്താല, ഷൊർണൂർ മണ്ഡലത്തിൽപ്പെട്ട ഹാജിമാർക്കുള്ള 1ാം ഘട്ട ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ്സാണ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ശങ്കരമംഗലം ജുമാ മസ്ജിദ് ഹാളിൽ വെച്ചായിരുന്നു പഠന ക്ലാസ് ഒരുക്കിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം പഠന ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെയും നമ്മുടെ മലയാളികളായ ആളുകൾക്ക് തന്നെ പല രൂപത്തിലും പല വേഷത്തിലും പല ഭാഷയിലുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ളവരുണ്ടാവും. അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് ഭാഷ കൊണ്ടും മറ്റെല്ലാ നിരക്കും സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജിൻ്റെ അപേക്ഷ പൂരിപ്പിക്കുന്നത് മുതൽ തിരിച്ച് നമുക്ക് വീട്ടിലെത്തുന്നത് വരെയും ആവശ്യമായ സഹകരണങ്ങളാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഗൾഫ് നാടുകളിൽ അല്ല സൗദി അറേബ്യയിൽ സാധാരണ നിലയിൽ KMCC അവിടുത്തെ KMCCയുടെ പ്രവർത്തകന്മാരുടെ സഹായം നമുക്ക് ലഭിക്കും. പരാമർശത്തിന് പോയവർക്ക് ഹജ്ജിന് അനുഗ്രഹിച്ചെന്ന് മതിയാവും. എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെ ഇവിടെ നിന്ന് ചുമതലപ്പെടുത്തിയതനുസരിച്ച് കൃത്യമായും ആ കാര്യങ്ങൾ നീക്കുവാനോ അവിടെ ചെന്നാലും നോക്കുക. അതിൽ എന്ത് വേണം എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ ഇവിടെ മുജീബ് സാഹിബിനെ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ലഭ്യമായ പ്രവാചകൻ തുടങ്ങി പോയത് മാത്രം ആരോഗ്യപരമായ കാരണങ്ങൾ നമുക്ക് കൂടുതൽ സംസാരിക്കുവാൻ എന്തായാലും നിങ്ങൾ റബ്ബ് അനുഗ്രഹിച്ചവരാണ്. മുജീബ് റഹ്മാൻ പുത്തലത്തെ പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി.
PA സലാം ആമുഖ പ്രഭാഷണം നടത്തി. CA സാജിദ്, P യൂസഫ്, ഹുസൈൻ കളത്തിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി പട്ടാമ്പി പാതയുടെ സമഗ്ര നവീകരണത്തിന്റെ ഭാഗമായി പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തിയായി. സർവേ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണെന്നും ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കുമെന്നും അധികൃതർ പറഞ്ഞു. നവീകരണത്തിന്റെ ഭാഗമായി പാതയോരത്തെ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ചാലിശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള 14 കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നത്. റോഡിന്റെ വീതി കുറവും വളവ് തിരിവുകളും കാരണം പാതയിൽ അപകടങ്ങൾ പതിവായിരുന്നു. മന്ത്രി MB രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്സിൽ നിന്നും 63.79 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. KSTPക്കാണ് നിർവഹണ ചുമതല. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവർ ചാലിശ്ശേരി തണത്തച്ചിറ പാലം മുതൽ പട്ടാമ്പി പാലം വരെയുള്ള റോഡ് സംസ്ഥാന പാത 63 കോടി 79 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അതിൻ്റെ ഡ്രെയിനേജിൻ്റെ പ്രവൃത്തി ഇന്നലെ ആരംഭിച്ചു. ചാലിശ്ശേരി പ്രദേശത്ത് പ്രത്യേകിച്ച് സംസ്ഥാന പാതയിൽ വളരെ തിരക്കുള്ളൊരു പാതയാണ്. ഈ റോഡ് നവീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കുമൊക്കെ നല്ല സൗകര്യം ഉള്ളൊരു റോഡായിട്ട് മാറും. റോഡിൻ്റെ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഞങ്ങളെല്ലാവരും ഈ നാട്ടുകാരെല്ലാവരും കാത്തിരുന്നിട്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഇവിടെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പിനും എല്ലാ സംവിധാനങ്ങൾക്കും കഴിയട്ടെ എന്ന് പറയുകയാണ്. ഈ റോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയാം ഒരുപാട് അന്യസംസ്ഥാന യാത്രക്കാരൊക്കെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാന പാതയാണിത്. പ്രത്യേകിച്ച് ശബരിമലയൊക്കെ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് വരികയാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വരികയാണെങ്കിലൊക്കെ അവർക്ക് പെട്ടെന്ന് ഗുരുവായൂരിലേക്ക് പോകാനും അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകാനൊക്കെ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണ് ഈ റോഡ്. എന്നാലും യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് യാത്രക്കാർക്ക് ഗുണം കിട്ടുന്ന ഒരു റോഡാണ്. എന്നാൽ ഈ പദ്ധതി പെട്ടെന്ന് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയട്ടെ. കൊണ്ടുവന്ന മന്ത്രി ശ്രീ MB രാജേഷ് അവർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഡിവൈഎഫ്ഐ ചാലിശ്ശേരി ടൗൺ മേഖലാ സമ്മേളനം സമാപിച്ചു. കവുക്കോട് പുഷ്പൻ നഗറിൽ നടന്ന സമ്മേളനം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗായത്രി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പ്രവീൺ അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി ലോക്കൽ സെക്രട്ടറി KR വിജയമ്മ, CPIM തൃത്താല ഏരിയ അംഗം TM കുഞ്ഞുകുട്ടൻ, ലോക്കൽ കമ്മിറ്റി അംഗം ആനി വിനു, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി VS ശിവാസ് എന്നിവർ സംസാരിച്ചു. പുതിയ മേഖലാ ഭാരവാഹികളായി മേഖലാ പ്രസിഡന്റ് പ്രവീൺ, സെക്രട്ടറി സുധീഷ് കുമാർ, ട്രഷറർ ഷാൻ വിനു എന്നിവരെ തെരഞ്ഞെടുത്തു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.